നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള മിൽക്ക് കേക്കാണ്. ആലിയ ഭട്ട് ഫേമസ് ആക്കിയിട്ടുള്ള ആ ഒരു ട്രെൻഡിങ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്കൊരു കേക്ക് സ്പോഞ്ച് ചെയ്തെടുക്കാം. 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയോട് ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കപ്പളവ് 250 ml ആണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു നല്ല റിബൺ കൺസിസ്റ്റൻസിലേക്ക് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ കൊടുത്തതിന് ശേഷം അധികമായിട്ട് അങ്ങനെ ഓവർ ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. ആ ഒരു ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു എഗ് മിക്സ് നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റുന്നുണ്ട്. ഈ ഒരു അളവിലേക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ്. അപ്പോൾ ഈ ഒരു പാൽപ്പൊടിയും കോൺഫ്ലവറും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. സെയിം അളവിൽ തന്നെ ഒരു മൈദ എടുത്താൽ മതി. അപ്പോൾ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ടെക്സ്ചറൊക്കെ കേക്കിലേക്ക് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കൂടി തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി കൊടുത്തിട്ട് ആദ്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു അരിച്ച മിക്സ് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള ഒരു എഗ് മിക്സിലേക്ക് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് 2-3 ബാച്ചസ് ആയിട്ട് കുറച്ച് വിധം ചേർത്തൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരുമിച്ച് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള ആ ഒരു പാത്രമൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ടോപ്പിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. റൂം ടെമ്പറേച്ചറുള്ള മിൽക്കാണ് കേട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ഒരു ബാറ്റർ താഴ്ന്നു പോകാത്ത രീതിയിൽ പതിയെ ഒന്ന് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രീസ് ടിന്നിലേക്ക് ഒഴിച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ അധികം ഹൈറ്റിലല്ല കേട്ടോ ഈ ഒരു കേക്ക് ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ച് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്യൂറോ ഉണ്ടാകുന്ന എയർ ബബിൾസൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കേക്ക് ടിന്ന് ഇറങ്ങി നിൽക്കാൻ വലുപ്പമുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് സെൻറ്ററിലേക്ക് ഞാനിവിടെ റിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. കിച്ചൺ റിങ്ങോ സ്റ്റാൻഡ് എന്തായാലും മതി. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കൊടുത്തിട്ട് പ്രീ ഹീറ്റ് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ടൈമിൽ നമ്മുടെ പാൻ നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കേക്ക് ടിന്ന് ആ ഒരു പാനിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിലൊന്ന് ഇറക്കി വെച്ച് മൂടി വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ടൈപ്പ് ഗ്ലാസ് ലിഡൊക്കെ ആണെങ്കിൽ ഹോൾ എന്തെങ്കിലും കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 25-30 മിനിറ്റ് ടൈം എടുക്കും കേട്ടോ നമുക്ക് നല്ലപോലെ ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന പാൻ്റെ സൈസിനനുസരിച്ച് ഫ്ലെയിമിനനുസരിച്ചൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എനിക്കിവിടെ ഒരു 25 മിനിറ്റ് ടൈമിൽ നല്ലപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ കേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ആ ഒരു സൈഡ് പാർട്ട് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ബ്രൗൺ പാർട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കേക്ക് നല്ലൊരു വൈറ്റിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. വേണമെന്നില്ല, നമുക്കങ്ങനെ സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നില്ല, ടോപ്പിലേക്ക് നമുക്ക് അധികം ഒരു കളർ ചേഞ്ച് ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കേക്ക് സ്പോഞ്ച് ഒന്ന് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ ഒന്ന് മാറി വരട്ടെ. ആ ഒരു ടൈമിൽ ഇതിലേക്ക് വേണ്ട ഒരു സിറപ്പ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. 1 കപ്പ് അളവിൽ തിളപ്പിച്ചാറിയ പാലെടുത്തിട്ടുണ്ട്. നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/4 കപ്പ് അളവിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇത് മൂന്നും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മിൽക്കിന് പകരമായിട്ട് ഇവാപ്പറേറ്റഡ് മിൽക്ക് കിട്ടുകയാണെങ്കിൽ അതെടുക്കാം കേട്ടോ. അതാണ് കറക്റ്റ് റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഈസി റെസിപ്പിയിലായതുകൊണ്ടാണ് ഞാനിവിടെ മിൽക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പുള്ള ഒരു ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പ്ലേറ്റ് ആണ്, പക്ഷേ കുറച്ചൊന്ന് കുഴിവുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് കറക്റ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഡ്രസ് ലഷസിൻ്റെ ആ ഒരു ബോക്സ് കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. നമുക്ക് ആ ഒരു സൈഡിലേക്കൊക്കെ ഒരു ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് സോക്കായി നിൽക്കണം കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് കുഴിവുള്ള എന്തെങ്കിലും ഒരു ട്രേ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ ആ ഒരു കേക്ക് സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി ഇതൊന്ന് കുറച്ച് ഹോൾസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു സിറപ്പ് നല്ലപോലെ അബ്സോർബ് ആവാനാണ്. ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് അതായത് പോലെ കുറച്ച് അധികം ഹോൾസ് ഒന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സിറപ്പാണ് കേട്ടോ നമ്മളിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല രീതിയിലായിട്ട് ഒരു 2-3 ബാച്ചസ് ആയിട്ട് നന്നായിട്ട് സോക്കാവുന്ന രീതിയിൽ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി.
ഞാൻ ദാ ഇതുപോലെ ഒരു മാക്സിമം അതിലേക്കൊന്ന് സോക്കാവുന്ന രീതിയിലേക്കൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രീമിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്ന ട്രേയുടെ സൈസിനനുസരിച്ച് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എടുക്കാം കേട്ടോ ഈ ഒരു അളവിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരം കുറവുള്ള ക്രീമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ച് പൗഡർഡ് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ വാനില എസൻസ് ഒക്കെ ഒരു ഫ്ലേവറിനായിട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് സ്റ്റിഫ് ആവുന്ന രീതിയിൽ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നില്ല. കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് ഈ ഒരു ടെക്സ്ചറിലേക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമുക്കിനി കേക്കിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ കേക്കിൻ്റെ ട്രേയിലേക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് വരുന്ന രീതിയിലേക്കൊന്ന് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ടോപ്പ് നമ്മൾ എടുക്കുന്ന ട്രേയുടെ ഹൈറ്റിനനുസരിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കട്ട് ചെയ്ത് നമ്മളിതിലേക്ക് വേണ്ട ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലേക്ക് കൊടുക്കുന്നത്. നമ്മളൊന്ന് ക്രോസ് ആയിട്ട് വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓരോ പീസും കറക്റ്റ് ഒരളവിൽ നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി നമ്മൾ കേക്ക് എങ്ങനെയാണോ ലുക്കിൽ വരുന്നത് ആ രീതിയിലേക്കാണ് ചെയ്തെടുക്കുന്നത്. സ്ട്രോബെറീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്ലൂബെറീസിന് പകരമായിട്ട് ഇവിടെ എടുക്കുന്നത് ഗ്രേപ്സ് ആണ് കേട്ടോ. ഗ്രേപ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ബ്ലൂബെറീസ് തന്നെ എടുക്കാം കേട്ടോ. അല്ല നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്ട്രോബെറീസും ഗ്രേപ്സും കൊടുക്കുക. അല്ലെങ്കിൽ സ്ട്രോബെറിക്ക് പകരമായിട്ട് ചെറീസ് കൊടുത്താലും മതി കേട്ടോ. കാണാനായിട്ടൊരു ഭംഗിക്കാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിനി ഫ്രിഡ്ജിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഒന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൽ നിന്ന് ഒരു പീസ് എടുക്കുന്നുണ്ട്. കൂടി തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള സിറപ്പിൻ്റെ ബാക്കി ഉണ്ടല്ലോ, സിറപ്പും കൂടി ഇതിലേക്ക് കൊടുത്തിട്ടാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു സിറപ്പിലേക്ക് നല്ലപോലെ നമ്മുടെ കേക്ക് സ്പോഞ്ച് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് സോക്കായിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ വീണ്ടും ഈ ഒരു എക്സ്ട്രാ സിറപ്പും കൂടെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ വായിൽ വെച്ചാൽ അലിഞ്ഞോ എന്ന് പറയുന്നത് അതേ ഒരു കേക്ക് തന്നെയാണ്. നമ്മുടെ ട്രസ്ലെച്ചസിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് പിസ്തയും ഡ്രൈ റോസൊന്നും എടുക്കുന്നില്ല. പകരം ഈ ഒരു രീതിയിലേക്കൊന്ന് ലുക്കൊന്ന് മാറ്റിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണ്. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്